സോണു ഒരു പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്നവനാണ്. അവൻ വീടുകൾ തോറും ചെന്ന് പഴയ സാധനങ്ങൾ വാങ്ങി വിൽക്കും. അവൻ ഈ ജോലി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. എല്ലാരും നല്ല വസ്ത്രങ്ങളാണോ ഇടുന്നത്? എന്നാണ് ഞാൻ നല്ല വസ്ത്രം ഇടുന്ന അറിയില്ലല്ലോ. എന്നെ ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ പെറുക്കിട്ട് വാ എന്ന് പറയുന്നു. ഒരു ദിവസം കടയിൽ ട്രേയിൽ മാമ്പഴം ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ ആ മാമ്പഴം കണ്ടതും അവൻ അത് കഴിക്കാൻ കൊതിയായി. അവൻ ആ വ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, ഒറ്റൊരു മാമ്പഴം തരുമോ? വല്ലാതെ വിശക്കുന്നുണ്ട്. ഒരു മാമ്പഴം 20 റുപ്യാണ്. 30 റുപ്യ താ. എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. എന്നാ എന്റെ അടുത്ത് മാമ്പഴം ഇല്ല. വയ്ക്കോ, ഇവിടുന്ന് ഓടിക്കോ. ആ കടക്കാരൻ അവനെ ശാസിച്ച് അവിടെ നിന്നും വിരട്ടി വിട്ടു. സോണു ആ മാമ്പഴം വളരെ ആഗ്രഹത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. അവൻ അങ്ങനെ നടന്ന് അവിടെ നിന്നും ഒരു പാർക്കിനടുത്ത് ചെന്നു. അവിടെ പ്രകാശ്, അനിൽ എന്നു പേരുള്ള 2 കുട്ടികൾ ഇരുന്ന് മാമ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടല്ലേ? എന്റെ അച്ഛൻ ഇപ്രാവശ്യം നല്ല മാമ്പഴമാണ് വാങ്ങിട്ട് വന്നിരിക്കുന്നത്. എടാ അതേടാ, മാമ്പഴം കാണാൻ തന്നെ വളരെ നന്നായിട്ടുണ്ട്. ശരി, എടുക്ക്, വേഗം തന്നെ നമുക്ക് കഴിക്കാം. ഇതൊന്നും സാധാരണ മാമ്പഴമല്ല, വളരെ വിനോദമായ മാമ്പഴമാണ്. എന്നാ വിലയും കൂടുതലായിട്ടുണ്ടാവല്ലോ. വളരെ കൂടുതലാണ്. എന്റെ അച്ഛൻ ഈ മാമ്പഴം പുറത്തുനിന്നാണ് കൊണ്ടുവന്നത്. എനിക്ക് മാമ്പഴച്ച വളരെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ്. എനിക്ക് മാമ്പഴം കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഇനി നിൽക്കാൻ പറ്റില്ല. നീ മാമ്പഴം എടുക്ക്, നമുക്ക് കഴിക്കാം. അനിലും പ്രകാശും ആ മാമ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് സോണു അവിടെ ചെന്നു. അവർ രണ്ടുപേരും മാമ്പഴം കഴിക്കുന്നത് കണ്ടിട്ട് സോണുവിന് വീണ്ടും കൊതി വന്നു. ആ പഴയ പേപ്പർ കടക്കാരനെ നോക്ക്, നമ്മൾ മാമ്പഴം കഴിക്കുന്നത് എങ്ങനെ വിറച്ച് നോക്കുന്നുണ്ടല്ലേ. താൻ എന്താടോ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? നീ ഇതുവരെ മാമ്പഴം കണ്ടിട്ടില്ലേ? എന്താ, എനിക്ക് മാങ്ങ വേണോ? സോണു അതേ എന്ന് പറഞ്ഞ് തലയാട്ടി. അവർ അവന്റെ നേരെ മാമ്പഴം നീട്ടി. സോണു അത് വാങ്ങിക്കാനായി ശ്രമിച്ചപ്പോൾ അവർ ആ മാമ്പഴം പുറകിട്ടെടുത്തു. ആ മാമ്പഴം വാങ്ങിക്കുന്ന ആഗ്രഹത്തിൽ സോണു കാല് തട്ടി താഴെ വീണു. വന്നിട്ടുണ്ട് മാങ്ങ കഴിക്കാൻ വേണ്ടി. എടാ, നിനക്ക് ഉളുപ്പുണ്ടോ? നിനക്ക് അണ്ടി പോലും കഴിക്കാനുള്ള യോഗ്യതയില്ല. എത്ര വില ഉയരുന്ന മാമ്പഴം അറിയോ? ഇതിന്റെ മണം തന്നെ പിടിക്കുന്ന വലിയ കാര്യാ. നീ ഓടിക്കോ. പ്രകാശും അനിലും അവനെ നോക്കി ചിരിച്ചു. സോണു വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. തോളിൽ ആ പഴയ ചാക്കുമൂട്ടയും ചുമന്നുകൊണ്ട് പോയി. അവൻ അതുവഴി പോകുമ്പോൾ ഒരു വയസ്സായ സ്വാമിജി തറയിൽ മയങ്ങി വീണു കിടക്കുന്നത് അവൻ കണ്ടു. അദ്ദേഹത്തെ കണ്ടതും അവൻ ഓടി അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. സ്വാമിജി, എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ നിങ്ങൾ മയങ്ങി കിടക്കുന്നത്? ഇദ്ദേഹത്തിന് ഞാൻ വെള്ളം കൊടുക്കണമല്ലോ. സോണു അവിടെ നിന്നും ഓടിച്ചെന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന നദിയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആ വെള്ളം സ്വാമിജിയുടെ മുഖത്തിലേക്ക് തെളിച്ചു. അപ്പോഴാണ് ആ സ്വാമിജി കണ്ണു തുറന്നു നോക്കിയത്. സോണു തന്റെ അടുത്തിരിക്കുന്നത് കണ്ടിട്ട് ആ സ്വാമിജി പറഞ്ഞു, ആരാണ് മോനെ നീ? ഇവിടെ നീ എന്തു ചെയ്യാണ്? ഞാൻ എങ്ങനെയാ ഇവിടെ മയങ്ങി കിടക്കുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല മോനെ. സ്വാമിജി, ഈ ഭയങ്കര വെയിൽ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ മയങ്ങി കിടക്കുന്നത്. ഞാൻ അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നിങ്ങൾ എടുത്തിട്ടത്. പിന്നെ കുടിക്കാനും തന്നു. അതിനുശേഷമാണ് നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയത്. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് മോനെ. നീ എന്നെ ഇത്രയും നോക്കിയല്ലോ. സ്വാമിജി, അതെന്റെ കടമയാണ്. അത് ശരി, നീ എന്താ ഇത്ര ശോകമായിട്ടുള്ളത്? നിന്നെ ആരെങ്കിലും വല്ലത് പറഞ്ഞോ മോനെ? സോണു ആ സ്വാമിജിയോട് നടന്നതൊക്കെ പറഞ്ഞു. പിന്നീട് അവൻ തനിക്ക് മാമ്പഴം വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞു. സ്വാമിജി സോണു പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവനെ സമാധാനിപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, സോനു, നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് ഈ കമണ്ടലം തരാം മോനെ. ഇതിലിരുന്നാണ് മാമ്പഴം ചാറ് വരാറ്. നീ എത്ര പ്രാവശ്യം ചായക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം മാമ്പഴം ചാറ് വരും. നിനക്ക് എത്ര പ്രാവശ്യം ആയാലും എത്ര വേണമെങ്കിലും നിനക്ക് മാമ്പഴം ചാറ് കുടിക്കാൻ പറ്റും. സ്വാമിജി സോണിന്റെ കയ്യിൽ ആ കമണ്ഡലം കൊടുത്തു. കമണ്ഡലം കിട്ടിയതും സോണുവിന് ഒരുപാട് സന്തോഷമായി. പിന്നെ തന്റെ ആഗ്രഹം തീരുന്നതുവരെ അവൻ മാമ്പഴ ജ്യൂസ് കുടിച്ചു. അവൻ മാത്രം കുടിക്കാതെ തന്നോടൊപ്പമുള്ള പാവപ്പെട്ടവർ എല്ലാവർക്കും അവൻ ആ ജ്യൂസ് നൽകി. അവർക്കെല്ലാവർക്കും സന്തോഷമായി. ഒരു ദിവസം സോണു കമണ്ഡലത്തിൽ നിന്നും മാമ്പഴ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അത് തന്റെ കൂട്ടുകാർക്കു നൽകി. അപ്പോൾ അനിലും പ്രകാശും അത് കണ്ടു. പ്രകാശ്, ഇവനാ അണ്ടിച്ചക്കനല്ലേ? ഇവനല്ലേ നമ്മൾ കഴിക്കാൻ ആ മാങ്ങ തരാത്തത്? ഇവനല്ലേ എന്ന് നമ്മൾ അടിച്ച് ഓടിപ്പിച്ചത്? അതേ പഴയ സാധനം വെക്കുന്നവനല്ലേ? ആ, അവൻ തന്നെയാണ്. പക്ഷെ ഇവൻ പേപ്പർ പെറുക്കുന്നവനല്ലേ? ഇവന് എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മാമ്പഴം ജ്യൂസ് കിട്ടിയത്? അതും ഇത്രയും മാമ്പഴം ജ്യൂസ്? അത് ഇവൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ടല്ലോ.
ഇത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ മോനെ. അനിലും പ്രകാശും കള്ളത്തരമായി ഒളിച്ചു നിന്ന് നോക്കി. കമണ്ഡലത്തിന്റെ മാമ്പഴ രഹസ്യം അവർക്ക് മനസ്സിലായി. അങ്ങനെയാണോ? അവന്റെ അടുത്തുള്ള മാമ്പഴ ജ്യൂസിന്റെ രഹസ്യം അതാണോ? ഈ കമണ്ടലം നമുക്കങ്ങ് അടിച്ചു മാറ്റിയാലോ? പിന്നെ ഇവൻ എങ്ങനെയാ മാമ്പഴം ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് കാണാലോ. അനിലും പ്രകാശും സോണുന്റെ കണ്ണ് തെറ്റിച്ച് ആ കമണ്ഡലം മോഷ്ടിച്ചു. എന്നിട്ട് മലയുടെ മുകളിൽ ചെന്ന് ഒളിച്ചിരുന്നു. അവിടെ ചെന്നതും അവർ രണ്ടുപേർക്കും ഇടയിൽ തർക്കമായി. അതായത് അതിലുള്ള മാമ്പഴ ജ്യൂസ് ആർക്കാണ് സ്വന്തമെന്ന്. താ പ്രകാശ്, ആ കമണ്ടലം താ. അതിലുള്ള മാമ്പഴ ജ്യൂസ് നമുക്ക് കുടിക്കാം. കമണ്ടലം ഞാൻ തരണം. എന്റെ കയ്യിൽ കമണ്ടലം ഉണ്ടെങ്കിൽ അതിലുള്ള ജ്യൂസ് ഞാനാണ് കുടിക്കുക. എന്താ മനസ്സിലായോ? ഇല്ല, കമണ്ടത്തിലുള്ള മാമ്പഴ ജ്യൂസ് ഞാനാണ് കുടിക്കാൻ പോകുന്നത്. എവിടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാങ്ങി നോക്ക്. മാമ്പഴം ജ്യൂസുള്ള കമണ്ടലം ഇപ്പൊ എന്റെ കയ്യിലാണ് ഉള്ളത്. ഈ കമണ്ടലം കക്കാൻ ഞാനാണ് കഷ്ടപ്പെട്ടത്. അത് മാത്രമല്ലാതെ ഇതിലുള്ള ജ്യൂസൊക്കെ എനിക്കാണ്. ഞാൻ വേണേ ഇത്ര ബാക്കി ഉണ്ടെങ്കിൽ തരാം. പ്രകാശും അനിലും ആ കമണ്ഡലത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലം വഴുതി താഴേക്ക് വീണു. പിന്നെ മാമ്പഴ ജ്യൂസ് താഴെ എല്ലാം പോയി. എത്ര പ്രാവശ്യമാണോ ആ കമണ്ഡലം മലയിൽ ഇടിപെടുന്നത്, അത്രയും പ്രാവശ്യം അതിൽ നിന്നും മാമ്പഴം ജ്യൂസ് പുറത്തേക്ക് വന്നു. അവിടെ നിന്നും ഒരു മാമ്പഴ ജ്യൂസ് നദി തന്നെ ഉണ്ടായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കമണ്ടലം എന്റെ അടുത്ത് തരാൻ. ഞാൻ ഇതിൽ നിന്ന് മാമ്പഴ ജ്യൂസ് നന്നായിട്ട് എടുത്തേനെ. എല്ലാം നിന്നെ കൊണ്ടാണ് ഇത് എനിക്ക് എടുക്കാൻ പറ്റാതെ കിട്ടിയത്. പിന്നെ ഇത് എത്ര പ്രാവശ്യം മലയിൽ നിന്ന് ഇടി കിട്ടുന്നുണ്ടോ അത്രയും പ്രാവശ്യം മാമ്പഴം ജ്യൂസ് വന്നോണ്ടിരിക്കും. എന്തൊരു കഷ്ടാണല്ലേ. ഇങ്ങനെ തന്നെ വന്നോണ്ടിരുന്നാൽ മാമ്പഴ ജ്യൂസ് നദി തന്നെ. എനിക്കെങ്ങനെ അറിയും ഇത് ഇതുപോലെ നദി പോലെ ഓടുന്ന അറിയില്ലല്ലോ. ഇതൊരു മായമന്ത്രമാണല്ലോ. കുറച്ചു സമയത്തിനകം ആ ഗ്രാമം മൊത്തം മാമ്പഴം ജ്യൂസ് കൊണ്ട് നിറഞ്ഞു. എല്ലാരും ആ മാമ്പഴ ജ്യൂസിൽ നീതി നടക്കുകയായിരുന്നു. എല്ലാവരുടെ വീട്ടിനകത്തും മാമ്പഴ ജ്യൂസ് കൊണ്ട് നിറഞ്ഞു. പിന്നെ സോണു ഈ മാമ്പഴ ജ്യൂസ് വെള്ളത്തിനെ കുറിച്ച് കേട്ടതും തന്നെ അവൻ ഉടൻ തന്നെ ആ കമണ്ഡലത്തിനെ തേടി പോകാൻ തുടങ്ങി. ആ വെള്ളം പോകുന്ന വഴിയിൽ കൂടെ പോയി അവൻ ആ കമണ്ഡലത്തിനടുത്തേക്ക് ചെന്നു. ഈ കമണ്ഡലത്തിലുള്ള മാമ്പഴം ജ്യൂസ് ഒരു വെള്ളം പോലെ വന്നല്ലോ. ഇത് ഞാൻ എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഗ്രാമം മുഴുവൻ മുഴുങ്ങി പോവും. സോണു ആ കമണ്ഡലം തന്റെ കയ്യിൽ എടുത്തു. എന്നിട്ട് കമണ്ഡലത്തിനോട് പറഞ്ഞു, കമണ്ഡലമേ, ഈ മാമ്പഴ ജ്യൂസൊക്കെ നീ തന്നെ തിരിച്ച് എടുത്തോളണം. ഇതുപോലെ നീ മാമ്പഴം ജ്യൂസ് ഇങ്ങനെ തന്നോണ്ടിരുന്നാൽ പിന്നെ ഈ ലോകം മുഴുവനും മാമ്പഴം ജ്യൂസുകളിൽ മുഴുങ്ങിപ്പോവും. ഞാൻ നിന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്, ഈ മാമ്പഴ ജ്യൂസൊക്കെ നീ തിരിച്ചെടുത്തോളണം. ആ കമണ്ഡലം തന്റെ അകത്തേക്ക് മാമ്പഴ ജ്യൂസ് മൊത്തം വലിച്ചെടുത്തു. പിന്നെ എല്ലാം തന്നെ വീണ്ടും പഴയതുപോലെ ആയി. പിന്നീട് സോണു ആ കമണ്ഡലം എടുത്തുകൊണ്ട് അതേ സ്വാമിജിയെ കാണാൻ ചെന്നു. സ്വാമിജി, ഇനി ഈ കമണ്ഡലം ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ കമണ്ഡലം കൊണ്ടാണ് മാമ്പഴം ജ്യൂസിന്റെ നദി തന്നെ ഓടിയത്. ഞാൻ ചോദിച്ചത് കുറച്ച് മാമ്പഴം ജ്യൂസേ ഉള്ളൂ. ഈ കമണ്ഡലം മാമ്പഴം ജ്യൂസ് കൊണ്ട് ഇനി ഒരു പ്രശ്നവും വരാൻ പാടില്ല. ശരി, നിനക്ക് എന്താണ് വേണ്ടത് അത് പറയൂ. സ്വാമിജി, ഞാൻ ഈ കമണ്ഡലം നിങ്ങളെടുത്ത് തിരിച്ചു തരാൻ വന്നതാണ്. നിങ്ങൾ ഈ കമണ്ഡലം തിരിച്ചു വാങ്ങിക്കൊള്ളണം. ഇതുകൊണ്ട് തിരിച്ച് നമുക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല. ശരി മോനെ, ഞാൻ തിരിച്ചു നിന്റെ അടുത്തുനിന്ന് ഈ കമണ്ഡലം വാങ്ങിച്ചോളാം. പക്ഷേ നിനക്ക് വീണ്ടും മാമ്പഴം ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹം വന്നാൽ നീ ധാരാളമായിട്ട് എൻ്റെ അടുത്ത് വരാം. ഞാൻ ഈ കമണ്ഡലം കൊണ്ട് നിനക്ക് ധാരാളമായിട്ട് മാമ്പഴം ജ്യൂസ് തരാം, അണ്ടിയില്ലാതെ. ശരി സ്വാമിജി, പിന്നെയും എനിക്ക് മാമ്പഴം ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം വന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെടുത്ത് വരാം. പക്ഷേ ഈ കമണ്ഡലം മൂലമായിട്ട് ഞാൻ മാമ്പഴം ജ്യൂസ് ചോദിക്കില്ല. കാരണം അമൃതം കൂടിയാലും വിഷമല്ലേ. കാരണം ഏതിലും നമ്മൾ ആഗ്രഹിച്ചാലും അത് നമുക്ക് പ്രശ്നത്തിലുണ്ടാക്കുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ജീവിച്ചോളണം. നിനക്ക് മനസ്സിലായാൽ മതി മോനെ. അത്യാഗ്രഹം വളരെ മോശമായ സാധനമാണ്. അത്യാഗ്രഹം കൊണ്ടാണ് രമേശും അനിലും ഈ കമണ്ഡലം മോഷ്ടിച്ചത്. അതൊരു വലിയ പ്രശ്നത്തിലാണ് കൊണ്ടുപോയത്. സോണു സ്വാമിജിയെ വണങ്ങിയിട്ട് ആ സ്ഥലത്തു നിന്നും തിരിച്ചുപോയി. പിന്നെ വീണ്ടും പഴയതുപോലെ പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന ജോലി അവൻ തുടങ്ങി. ഇപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ അവൻ ആ സ്വാമിജിയെ കാണാനായി അവിടേക്ക് പോകും. അദ്ദേഹവും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവൻ ചോദിക്കുന്നതെല്ലാം തന്നെ നൽകും. പക്ഷെ അവൻ ഒരിക്കലും അത്യാഗ്രഹി ആയതേയില്ല. എന്തുകൊണ്ടെന്നാൽ അത്യാഗ്രഹത്തിന്റെ ബലം എന്താണെന്ന് അവന് മനസ്സിലായി. മറുവശത്ത് അനിലും പ്രകാശും നല്ലൊരു പാഠം പഠിച്ചു. ഇപ്പോൾ അവർ ഒരു പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുത്താറേയില്ല. പിന്നെ അത്യാഗ്രഹവും അവർ കൈവെടിഞ്ഞു.
ശ്രീധർ ഒരു കരിക്ക് വ്യാപാരിയാണ്. അവൻ റോഡായി പോയി കരിക്കുകൾ വിൽക്കും. ഇളനീ വാങ്ങിക്കുന്നോ? ഇളനീ. കരിക്ക് വിറ്റ് കിട്ടുന്ന കാശ് അവൻ 2 പങ്കായി പിരിച്ചു വെക്കും. പിന്നീട് അവൻ വീട്ടിലേക്ക് പോയത് തന്നെ കയ്യിലുണ്ടായിരുന്ന കാശ് മൊത്തം ഭാര്യയുടെ കയ്യിൽ അവൻ നൽകി. ഇത് വീട്ടു ചെലവിനും പിന്നെ ഇത് കാർത്തികിന്റെ പഠിപ്പ് ചെലവിനും വേണ്ടി. നല്ല കാര്യം ചേട്ടാ, ഞാൻ ഈ കോളേജിന് ആവശ്യമായ കാശ് തനിയെ എടുത്തു വെക്കാം. ശരി. മീന ആ കാശ് കൊണ്ടുപോയി ഉണ്ടിയലിലിട്ട് ചേർത്ത് വെക്കും. ശരി, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി തീരെ സുഖമില്ലായിരുന്നല്ലോ. വയറുവേനൊക്കെ കാണണ്ടായിപ്പോയി. ഇത് കണ്ടില്ലേ ഞാൻ കാണാൻ എത്ര സുഖമായിട്ടുണ്ടെന്ന്. വളരെ നല്ല കാര്യം. അടുത്ത മാസം ശിവയുടെ കോളേജ് അഡ്മിഷൻ തീരും തോന്നുന്നു. അതിന്റെ ഉള്ളില് ഞാൻ അതിനുവേണ്ടി കാശ് ഉണ്ടാക്കാനുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിച്ചോളൂ. കുറച്ചു ദിവസമായി നിങ്ങൾക്ക് തീരെ സുഖമില്ല. നീ ഉണ്ടല്ലേ മീര, എനിക്കെന്താ അത്രയും വയസ്സായെന്നോന്ന് തോന്നുന്നു. അപ്പപ്പ കുറച്ച് സുഖമില്ലാണ്ടായിരിക്കും. അത് ശരിയാണ്. പക്ഷെ വയസ്സാകും തോറും നമ്മൾ നമ്മളുടെ ആരോഗ്യസ്ഥിതിയും ശ്രദ്ധിക്കണമല്ലോ. എന്താ ശരിയല്ലേ? എന്നെ നോക്കാൻ വേണ്ടി നീയല്ലേ ഉണ്ട്. ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. അപ്പോഴാണ് കാർത്തിക് വീട്ടിനകത്തേക്ക് വന്നത്. വന്നോ മോനെ? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി നിനക്ക്? നന്നായിട്ടുണ്ട് അച്ഛാ. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചു തന്നു. ഇന്ന് കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു അച്ഛാ. ഇന്ന് നീ മനസ്സോട് പഠിക്കാൻ തുടങ്ങിയാൽ നീ ജീവിതം മുഴുവനും കുറെ കാര്യങ്ങൾ പഠിക്കും. തീർച്ചയായും അച്ഛാ. നിങ്ങൾ അവന്റെ പഠിത്തത്തിന് വേണ്ടി കാശ് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൻ തീർച്ചയായും നന്നായി പഠിക്കും. എല്ലാ കാര്യത്തിനും ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാവും. മീനയും ശ്രീധറും തങ്ങളുടെ മകനെ നല്ല അഡ്വൈസ് ചെയ്തു. നീ നന്നായിട്ട് പഠിച്ചാൽ നിന്റെ ഭാവി വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അവർ തീരെ പ്രതീക്ഷിച്ചില്ല അവരുടെ ഈ സന്തോഷമായ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നുവെന്ന്. രാത്രി എല്ലാരും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശ്രീധർ ഒരുപാട് ചുമയ്ക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് മീനയും ശിവനും ചാടി എണീറ്റു. ശ്രീധർ എങ്ങനെയാണ് ചുമച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് ശ്വാസം പോലും വിടാൻ പറ്റിയില്ല. അമ്മേ, നമ്മുടെ അച്ഛനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അമ്മേ. ശരിയാണ് മോനെ. ശിവ ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു. മീനയും ശിവനും കൂടി ശ്രീധറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ ശ്രീധറിനെ ചികിത്സിച്ചു. എന്നിട്ട് അവൻ ഒരു ഇഞ്ചക്ഷൻ നൽകി. ഇഞ്ചക്ഷൻ ഇട്ട് കുറച്ചു സമയത്തിനകം തന്നെ ശ്രീധർ ഉറങ്ങിപ്പോയി. ഞങ്ങളുടെ അച്ഛൻ എന്ത് പറ്റി? ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് ടെസ്റ്റുകൾ എടുക്കാനുണ്ട്. നാളെ രാവിലെ റിസൾട്ട് വന്നതിന് ശേഷമേ ഞങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ശരി. ശിവയും മീനയും ശ്രീധറിന് ഒന്നും സംഭവിച്ചില്ല എന്ന് വിചാരിച്ച് സന്തോഷിച്ചു. അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹം ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് ഡോക്ടർ ശ്രീധറിന് ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കി. അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ടോർച്ച് ലൈറ്റ് അടിച്ചു നോക്കി. പിന്നീട് ഡോക്ടർ ശിവയെയും മീനയും തന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവിന് ത്രോട്ട് ക്യാൻസർ ആണ്. പക്ഷെ എങ്ങനെ? അദ്ദേഹം പാൻ, സിഗരറ്റ്, ബീഡി ഒന്നും ഉപയോഗിക്കില്ലല്ലോ. അതാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ ഇത് ഉറപ്പാണ്, അദ്ദേഹത്തിന് ത്രോട്ട് ക്യാൻസർ ആണ്. ഇപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? എത്ര വേഗം പറ്റുമോ നിങ്ങൾ അത്ര വേഗം ഗുളികയൊക്കെ കൊടുക്കാൻ തുടങ്ങണം. കുറച്ച് ദിവസം അദ്ദേഹം വീട്ടിൽ റെസ്റ്റ് എടുത്താൽ അദ്ദേഹത്തിന് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ശരി, ഇന്ന് എന്റെ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുമോ ഡോക്ടർ? തീർച്ചയായും. ഇന്ന് ഞങ്ങളുടെ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞു. ശരി. ശിവയും മീനയും ശ്രീധറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ശ്രീധർ ഇക്കാര്യം വിചാരിച്ച് വിഷമിച്ചുകൊണ്ടേയിരുന്നു. മരുന്നിനുള്ള ചെലവ് എവിടെ നിന്ന് കിട്ടുമെന്ന്. അച്ഛാ, കുറച്ചു ദിവസം ഇളനീരൊക്കെ ഞാൻ വിറ്റോളാം അച്ഛാ. പക്ഷേ നിന്റെ പഠിപ്പ് മോനെ. അച്ഛനൊന്നും പേടിക്കണ്ട, ഞാൻ എന്റെ പഠിപ്പും ഈ ജോലിയും രണ്ടും നോക്കിക്കോളാം. ഹാ, ഇതും ശരിയായിരിക്കും ചേട്ടാ. ശരി. അടുത്ത ദിവസം രാവിലെ ശിവ റോട്ടിൽ കൂടി കരിക്ക് വിൽക്കുന്ന വണ്ടി തള്ളിക്കൊണ്ടുപോയി. ഇളനീ വേണോ? ഇളനീ വേണോ? കുറച്ചുപേർ ശിവയുടെ കയ്യിൽ നിന്നും കരിക്ക് വാങ്ങിച്ചു കുടിച്ചു. ശിവ ആ കരിക്ക് വണ്ടി തള്ളിക്കൊണ്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിന് അടുത്തേക്ക് പോയി. ഇളനീ വേണോ? ഇളനീ വേണോ? ഹോട്ടലിൽ നിന്നും ഒരു വെയിറ്റർ പുറത്തേക്ക് വന്നു. ചേട്ടാ, ഒരു 10 ഇളനീ വേണം. അതൊന്ന് ഓപ്പൺ ചെയ്ത് തരൂ. ശരി.
ശിവ ആ വെയിറ്ററിന്റെ കയ്യിൽ 10 നല്ല കരിക്കുകൾ കൊടുത്തയച്ചു. അതിന് കാശും അവൻ വാങ്ങി. ശിവ 10 കരിക്കുകൾ ഒന്നിച്ചു വിറ്റതിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് സന്തോഷിച്ചു. അടുത്ത ദിവസവും ശിവ കരിക്ക് വിൽക്കാനായി ആ ഹോട്ടലിന്റെ അടുത്തുകൂടെ ചെല്ലുകയായിരുന്നു. അവൻ വരുന്ന ശബ്ദം കേട്ടതും വെയിറ്റർ അവിടേക്ക് വന്നു. ഇന്നൊരു 20 ഇളനീ വേണം ചേട്ടാ. അങ്ങനെ തന്നെ ആകട്ടെ. ശിവ 2 ചാക്കുകളിലായി 20 കരിക്കുകൾ പാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകി. പിന്നീട് അതിന്റെ കാശും അവൻ വാങ്ങി. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. പിന്നീട് ഒരു ദിവസം ശിവ വെയിറ്ററിനോട് എന്ത് ചോദിച്ചെന്നാൽ, ചേട്ടാ, ഈ മുഴുവൻ ഇളനീ വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? കോക്കോനട്ട് ഷേക്ക് ചെയ്ത് ഞങ്ങൾ വിൽക്കുകയാണ്. ഇവിടെയുള്ള കസ്റ്റമറിന് കോക്കോനട്ട് ഷേക്ക് ഭയങ്കര ഡിമാൻഡാണ്. അത് നന്നായിട്ടുണ്ടല്ലോ. വൈകുന്നേരമായതും ശിവ വീട്ടിലേക്ക് വന്നു. പിന്നീട് അവൻ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ കൂട്ടുകാരന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. സുഹൃത്തെ, നിന്നെ കൊണ്ട് എനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? പറയൂടാ. ഈ കോക്കോനട്ട് ഷേക്ക് എങ്ങനെയാ ചെയ്യേണ്ടെന്ന് യൂട്യൂബിൽ ഒന്ന് കാണിച്ചു തരുമോ? ശരി. അവന്റെ ഫ്രണ്ട് കോക്കനട്ട് ഷേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. ശിവ ആ വീഡിയോ നോക്കി. അത് കണ്ടപ്പോൾ ശിവയ്ക്ക് കോക്കനട്ട് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നല്ല രീതിയിൽ മനസ്സിലായി. പിന്നീട് അവൻ തന്റെ കൂട്ടുകാരന് നന്ദി പറഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അച്ഛാ, ഞാൻ ഇളനീർ ചെയ്യുന്നതിനേക്കാളും ഇളനീർ ഷേക്ക് ബിസിനസ് ചെയ്യാൻ പോവുകയാണ് അച്ഛാ. അങ്ങനെ വെച്ചാൽ ശിവ അവന്റെ അച്ഛനോട് പറഞ്ഞു കോക്കനട്ട് ഷേക്ക് എങ്ങനെ ചെയ്യണമെന്ന്. അച്ഛാ, ഇത് വളരെ എളുപ്പമുള്ള ജോലിയാണ്. പിന്നെ ഈ ജ്യൂസിന് നല്ല ഡിമാൻഡ് ഉണ്ട് അച്ഛാ. ഒരു ഇളനീരിന് നമ്മൾ 30 റുപ്യ വിൽക്കുന്നു. അതേ ഒരു കോക്കനട്ട് ഷേക്കിന് 100 റുപ്യാണ് വിൽക്കുന്നത്. എന്ത്, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ശരി മോനെ, ഞാൻ രാവിലെ കോളേജിൽ പോയിക്കോളാം. വൈകുന്നേരം വന്നിട്ട് കോക്കനട്ട് ഷേക്ക് ഉണ്ടാക്കാം. അതിൽ തീർച്ചയായിട്ടും കുറച്ച് കാശും ഉണ്ടാക്കാം. ശരി മോനെ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശ്രീധരന്റെ അസുഖം കുറച്ചു ഭേദമായി. അദ്ദേഹം കരിക്ക് വിൽക്കാനായി പുറത്തേക്ക് പോയി. പിന്നെ ശിവ കോളേജിലേക്കും പോയി. വൈകുന്നേരം ശിവ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം അവൻ അവന്റെ കോക്കനട്ട് ഷേക്ക് ബിസിനസ് തുടങ്ങി. ചേട്ടാ, നിങ്ങൾ വിൽക്കുന്നത് എന്താണ്? കോക്കനട്ട് ഷേക്ക്. അങ്ങനെ വെച്ചാ എന്താ ചേട്ടാ? ഇളനീര വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന ഷേക്കാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി. ശരി, എന്നാ എനിക്കൊന്നും വേണം. ശിവ അദ്ദേഹത്തിന് ഒരു കോക്കനട്ട് ഷേക്ക് റെഡി ചെയ്തു കൊടുത്തു. നന്നായിട്ടുണ്ട്. ആ ആദ്യത്തെ കസ്റ്റമറിന് ശേഷം ശിവയുടെ കടയിലേക്ക് ഒരു കസ്റ്റമറെ വന്നുള്ളൂ. ഇത്ര നേരം ആയിട്ട് വെറും ഒരു കോക്കനട്ട് ഷേക്ക് മാത്രമേ വിറ്റുള്ളൂ. ഞാൻ ഇതിനു മേലെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ശിവ വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇനി എന്തു ചെയ്യാനെന്ന് അവൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അച്ഛാ, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അത് എന്താണ് മോനെ? അതിവിടെ നാട്ടുകാരെ കവർ ചെയ്യുന്ന പോലെ ഉണ്ടാവണം. നീ ലെമൺ ജ്യൂസ് ഇടുന്നവരെ നീ കണ്ടിട്ടുണ്ടോ? അവരിടുന്ന ഗ്ലാസ്സിലിടുമ്പോ തന്നെ ഒരു തനി സ്റ്റൈലിലാണ് അവരിടുന്നത്. അത് വെച്ചിട്ട് തന്നെ അവര് കാശും കാണുന്നുണ്ട്. എന്നാലേ ജനങ്ങളുടെ നോട്ടം നിന്റെ അടുത്തുണ്ടാവുള്ളൂ. ആ, നീ അതുമാതിരി ഒന്ന് ശ്രമിച്ചു നോക്കൂ മോനെ. പിന്നീട് ശിവ ആലോചിക്കാൻ തുടങ്ങി ആ കോക്കനട്ട് ഷേക്ക് ബിസിനസ് ഫേമസ് ആവാൻ എന്ത് ചെയ്യണമെന്ന്. പിന്നീട് അവസാനം അവനൊരു നല്ല ഐഡിയ കിട്ടി. അടുത്ത ദിവസം രാവിലെ ശിവ തന്റെ കോക്കനട്ട് ഷേക്ക് കട തുടങ്ങിയതിനു ശേഷം അവൻ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കരിക്ക് മുകളിലിട്ട് പിടിച്ചു. പിന്നീട് ആ കരിക്കിൽ കോക്കനട്ട് ഷേക്ക് ചെയ്യാൻ വേണ്ടി ദൂരെ നിന്നും ക്രീം അതിനുള്ളിലേക്ക് ഒഴിച്ചു. ക്രീമിനെ വെച്ച് ഒരുപാട് മാജിക്കുകൾ ചെയ്തു. ഇത് കാണാൻ ജനങ്ങൾക്കൊക്കെ വളരെ ആകാംക്ഷയായിരുന്നു. എനിക്കൊരു കോക്കനട്ട് ഷേക്ക്, എനിക്കൊരു കോക്കനട്ട്, എനിക്കും വേണം. അവന്റെ ഈ മാജിക്കുകളൊക്കെ കാണാൻ വേണ്ടി തന്നെ ആൾക്കാരൊക്കെ അവിടെ വന്ന് മിൽക്ക് ഷേക്ക് വാങ്ങിക്കാൻ തുടങ്ങി. 2 മണിക്കൂറിനകം തന്നെ ശിവയുടെ ഷേക്കുകളെല്ലാം വിറ്റുതീർന്നു. പിന്നെ അവന് ഒരുപാട് വരുമാനവും കിട്ടി. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവിടെ വന്ന് അച്ഛനമ്മയോട് ആ സന്തോഷമായ കാര്യം പറഞ്ഞു. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ജോലിക്ക് പോകേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. അച്ഛന്റെ സൂക്കേടും വേഗം ശരിയാവോ അച്ഛാ? ദൈവം നിന്നെ എല്ലാ രീതിയിലും സഹായിക്കട്ടെ മോനെ. പെട്ടെന്ന് തന്നെ ശിവ ആ ബിസിനസ്സിൽ ഫേമസ് ആയി. ശിവയുടെ ആ സ്പെഷ്യൽ മിൽക്ക് ഷേക്ക് കഴിക്കാനായി ഒരുപാട് ആൾക്കാരുകൾ ദൂരെ നിന്നും അവിടേക്ക് വന്നു. ഇപ്പോൾ ശിവയുടെ കുടുംബത്തിൽ പണത്തിന് യാതൊരു കുറവും തന്നെ ഇല്ല. ശ്രീധരന്റെ ട്രീറ്റ്മെന്റും നല്ല രീതിയിൽ കഴിഞ്ഞു. വീട്ടിലെല്ലാരും ഇപ്പോൾ സന്തോഷത്തോടെയാണുള്ളത്. ശിവ ഇപ്പോൾ കോളേജിലേക്കും പോയിക്കൊണ്ടിരുന്നു. ഇതെല്ലാം തന്നെ ആ സ്പെഷ്യൽ കോക്കനട്ട് ഷേക്ക് കൊണ്ടാണ് സംഭവിച്ചത്. ഒരു ചെറിയ ഐഡിയ ശിവയുടെ കുടുംബത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു.
ആനന്ദ്പൂർ ഗ്രാമത്തിൽ ലാലയുടെ മുന്തിരി കൃഷിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേലക്കാരൻ ബൽദേവ് അത് നന്നായി നോക്കിക്കൊണ്ടിരുന്നു. ലാല ഇടയ്ക്കിടയ്ക്ക് ആ തോട്ടം കാണാനായി വരും. ഹാ ബലദേവ്, എല്ലാം എങ്ങനെ പോകുന്നു? എല്ലാം നന്നായി പോകുന്നു ലാലാജി. ഞാൻ ഇന്നലെ വിളകൾക്കെല്ലാം കീടനാശിനി തളിച്ചിട്ടുണ്ട്. ഞാൻ പുതിയ വിത്തുകളൊക്കെ തന്നില്ലേ, അതെങ്ങനെയുണ്ട്? നല്ലതാണ്. ഇവിടേക്ക് നോക്കൂ. ആ വിത്തിട്ടപ്പോൾ വലിയ വലിയ മുന്തിരിയൊക്കെ ഉണ്ടായി. ആ നല്ല കാര്യം. വലിയ മുന്തിരിക്ക് ഒരുപാട് പണം കിട്ടും. ശരിയങ്ങുന്നേ. ലാല ബൽദേവിനെ ശമ്പളത്തിനാണ് വെച്ചത്. ബൽദേവ് ഒരു നല്ല കർഷകൻ. പക്ഷെ അവന് സ്വന്തമായി കൃഷിയിടമില്ല. അതുകൊണ്ടാണ് ലാലയുടെ തോട്ടത്തിൽ അവൻ കൃഷി ചെയ്യുന്നത്. അതിന് പകരമായി ഒരു മാസത്തിൽ ഒരു വട്ടം ശമ്പളം ലാല കൊടുക്കും. ദിവസവും വൈകുന്നേരം 6 മണിക്ക് ബൽദേവ് അവിടുന്ന് അവന്റെ വീട്ടിലേക്ക് പോകും. ഒരു ദിവസം രാവിലെ ബൽദേവ് തോട്ടത്തിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് മുന്തിരികൾ കാണാതായിരുന്നു. ഇന്നലെ ഇവിടെ എന്തോരം മുന്തിരിങ്ങയുണ്ടായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ എവിടെ പോയി? അയ്യോയ്യോ, ഇനി ഇതെല്ലാം എന്റെ തോന്നലായിരിക്കുമോ? ചിലപ്പോൾ ആയിരിക്കും. ആ കുഴപ്പമില്ല, വിട്. പക്ഷെ ബൽദേവ് അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാതെ എപ്പോഴും പോലെ അവൻ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴും പോലെ അവൻ അവന്റെ വീട്ടിൽ പോയി. പക്ഷെ അടുത്ത ദിവസം അത് സംഭവിച്ചു. ബൽദേവ് മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് മുന്തിരികൾ കാണാതായിരുന്നു. അയ്യോ, ഇതെന്താ? ഇന്നലെ ഞാൻ സത്യമായിട്ടും ഇവിടെ ഒരുപാട് മുന്തിരിങ്ങ കണ്ടതാ. ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ആരോ എന്റെ മുന്തിരികളെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. ഇതെല്ലാം ലാല അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അദ്ദേഹം വെറുതെ വിടില്ല. ഇല്ല ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ആ കള്ളനെ പിടികൂടിയേ പറ്റൂ. ബൽദേവ് തീരുമാനിച്ചു, ഇന്ന് രാത്രി തന്നെ ആ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. വൈകുന്നേരം 7 മണിക്ക് ബൽദേവ് എപ്പോഴും പോലെ അവന്റെ തോട്ടത്തിൽ നിന്ന് പോയി. ഇത്തവണ അവൻ വീട്ടിലേക്ക് പോയില്ല. അതിനു പകരം അടുത്തുള്ള മരത്തിന് പുറകെ ചെന്ന് ഒളിച്ചു. ബൽദേവ് ഇത്തവണ അവന്റെ കയ്യിൽ ഒരു ലാത്തിയും വെച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ആ കള്ളനെ ഞാൻ ചട്നിയാക്കും. ഇനി ആ കള്ളൻ ഇവിടേക്ക് ഒരിക്കലും വരാനേ പാടില്ല. ബൽദേവ് തോട്ടത്തിൽ ഒരു കണ്ണ് വെച്ചുകൊണ്ടേയിരുന്നു. അർദ്ധരാത്രിയായി, എന്നാലും കള്ളൻ വന്നതേയില്ല. ഇതുവരെ കള്ളൻ വന്നതേയില്ലല്ലോ. ബൽദേവ് ഒരുപാട് വിഷമിച്ചു. എന്നാലും ഒരു കണ്ണ് അവൻ അവിടെ വെച്ചുകൊണ്ടിരുന്നു. അവസാനം നേരം വെളുത്തുപോയി. കുറച്ച് വെളിച്ചം വന്നപ്പോൾ 3 ദേവതകൾ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നു. അപ്പൊ ബൽദേവ് കണ്ടു ആ ദേവതകൾ അവിടെയുള്ള ചില മുന്തിരികൾ പറിച്ചത്. ഇത് ദേവതകളല്ലേ? ഇവരാണോ മുന്തിരിങ്ങയെല്ലാം പറിച്ചുകൊണ്ടു പോകുന്നത്? ബൽദേവ് അവിടുന്ന് വേഗവേഗം ദേവതയ്ക്കടുത്തേക്ക് ചെന്നു. നിങ്ങളൊക്കെ ദേവതകളല്ലേ? നിങ്ങൾ എന്തിനാണ് എന്റെ മുന്തിരി മോഷ്ടിക്കുന്നത്? അപ്പൊ ഈ പഴത്തിന്റെ പേര് മുന്തിരിയാണോ? ഞങ്ങളുടെ ലോകത്ത് ഈ പഴമൊന്നുമില്ല. ഒരു ദിവസം ഞങ്ങൾ മുന്തിരി കഴിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അന്ന് മുതൽ ഞങ്ങളാണ് പറിച്ചെടുക്കുന്നത്. എന്നാൽ നിങ്ങൾ കാരണം എന്റെ മുതലാളി എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കും. അതെന്താ? ഈ തോട്ടം ലാലാജിയുടേതാണ്. ലാലാജി എന്നെ ജോലിക്ക് വെച്ചിരിക്കുന്നതാ, ഈ മുന്തിരിയെല്ലാം നോക്കി നടത്താൻ. നിങ്ങൾ ഇങ്ങനെ എല്ലാ മുന്തിരിങ്ങയും കഴിച്ചു തീർത്താൽ അദ്ദേഹം എനിക്ക് ശമ്പളം തരില്ല, ജോലിയിൽ നിന്നും പുറത്താക്കും. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഇത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ മുന്തിരി ഒരുപാട് ഇഷ്ടാ. പക്ഷെ നിങ്ങൾക്കും ഞാൻ കാരണം കഷ്ടപ്പാട് അനുഭവിക്കരുത്. എനിക്കൊരു ഐഡിയ തോന്നി. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ലോകത്തേക്ക് വരുന്നോ? നിങ്ങൾ അവിടെ എനിക്ക് മുന്തിരി വളർത്തുന്നത് പറഞ്ഞു തരൂ. അതിന് പകരം ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ തരാം. സ്വർണ്ണ നാണയമോ? ഹാ, നിങ്ങൾ അതിനു പകരം ഞങ്ങൾക്ക് മുന്തിരി വളർത്താൻ പഠിപ്പിക്കില്ലേ? ശരി, എനിക്ക് സമ്മതമാണ്. ബൽദേവ് കുറച്ച് മുന്തിരി വിത്തുകൾ എടുത്തു. പിന്നെ ദേവതകൾ എല്ലാവരും ചേർന്നുകൊണ്ട് കൈകൾ പരസ്പരം പിടിച്ചുകൊണ്ട് എന്തോ മന്ത്രം ചൊല്ലി. ആ മന്ത്രം പറഞ്ഞതും ബൽദേവ് ദേവതയ്ക്കൊപ്പം പറക്കാൻ തുടങ്ങി. ബൽദേവ് ആ ദേവതകൾക്കൊപ്പം മേഘത്തിന് മുകളിൽ പറന്നു. ആ ദേവതകൾ മേഘങ്ങളുടെ തോട്ടത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. അവിടെ വ്യത്യസ്ത തരം പൂക്കൾ ഒരുപാടുണ്ടായിരുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്. ബൽദേവ് ആ തോട്ടം നോക്കി ഒരുപാട് സന്തോഷിച്ചു. എനിക്ക് മനസ്സിലാകുന്നില്ല, മണ്ണില്ലാതെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇത് മാന്ത്രിക മേഘം. ഈ മേഘം മണ്ണ് പോലെ തന്നെ ഉണ്ടാകും. ഇതിൽ എന്ത് വിത്തുകൾ ഇട്ടാലും അത് മണ്ണിൽ മുളയ്ക്കുന്ന പോലെ മുളയ്ക്കും. അപ്പൊ ബൽദേവ് ആ മേഘത്തിൽ കുറച്ച് മുന്തിരി വിത്തുകൾ ഇട്ടു.
അതങ്ങനെ ഇട്ട ഉടനെ തന്നെ അവിടെ കുറച്ച് മുന്തിരി ചെടികൾ വന്നു. ഭൂമിയിലും ഇതേപോലെ മുന്തിരി വിളവെടുത്താൽ എങ്ങനെയുണ്ടായിരിക്കും? മുന്തിരി വള്ളിക്ക് നമ്മൾ ദിവസവും വെള്ളമൊഴിക്കണം. അതുമല്ലാതെ കീടങ്ങളൊന്നും വരാതെ അതിനെ നന്നായി സംരക്ഷിക്കണം. ഒരു ദേവത മന്ത്രം പറഞ്ഞതും ആ ചെടിക്ക് അടുത്ത് തന്നെ ഒരു മേഘം വന്നു. ഇപ്പൊ ഈ മേഘം ദിവസം ചെടികൾക്ക് വെള്ളമൊഴിക്കും. ഭൂമിയിലെ ചെടികളിൽ പുഴുക്കളൊക്കെ വരില്ലേ? പക്ഷെ ഇവിടെ വരില്ല, ഇവിടെ മണ്ണില്ലല്ലോ. ഹാ, ഞാനത് മറന്നുപോയി. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല. സമയാസമയം ഇതിനെ വെള്ളമൊഴിച്ചാൽ ഈ ചെടി തന്നെ തന്നെ വളർന്നോളും. ബൽദേവ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ അടുത്തുള്ള ഒരു മരത്തിൽ ഒരു കൂട്ടം മുന്തിരി വന്നു. അത് കണ്ട് ദേവതകൾ സന്തോഷിച്ചു. അവിടെ നോക്കൂ, അവിടെ മുന്തിരി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഭൂമിയിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. രുചിയുള്ള മുന്തിരിപ്പഴം ഞങ്ങൾ ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെ വളർത്തി. ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. കുഴപ്പമില്ല. ദേവതകൾ വീണ്ടും മന്ത്രം ചൊല്ലി ബൽദേവിന്റെ കയ്യിൽ ഒരു വലിയ കലം വന്നു. ആ കലം മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും സ്വർണം ഒരുമിച്ച് കണ്ടപ്പോൾ ബൽദേവ് ശരിക്കും ഒരുപാട് ഷോക്കായി. ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം വന്നാൽ ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാൻ വരാം. ഉറപ്പായും വരൂ. ദേവതകൾ മന്ത്രം പറഞ്ഞതും ബൽദേവ് ആ ലോകത്തിൽ നിന്ന് മാഞ്ഞുപോയി. അവൻ വീണ്ടും ആ മുന്തിരിത്തോട്ടത്തിൽ വന്നു. ഇപ്പൊ അവന്റെ കയ്യിൽ ആ കലവും ഉണ്ടായിരുന്നു. ബൽദേവ് ആ കലം എടുത്തുകൊണ്ട് അവന്റെ വീട്ടിൽ ചെന്നു. ഇത്ര സ്വർണ്ണ നാണയങ്ങളോ? ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? മേഘത്തിൽ കൃഷി ചെയ്തപ്പോൾ ദേവതമാർ തന്നതാ. ദേവതകളോ? ബൽദേവ് അവന്റെ ഭാര്യയോട് നടന്നതെല്ലാം പറഞ്ഞു. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദ്യം എന്തെന്നാൽ നമ്മൾ പണക്കാരായത്, മറ്റൊന്ന് മേഘത്തിലും കൃഷികൾ ചെയ്യാൻ കഴിയുമോ? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നതൊക്കെ സത്യമാ. ബൽദേവ് ഒരു വലിയ വീടും വാങ്ങി. അവന് സ്വന്തമായൊരു കൃഷിയിടവും വാങ്ങി. ആ സ്ഥലത്ത് അവനും മുന്തിരിത്തോട്ടം ഉണ്ടാക്കാൻ തുടങ്ങി. അവനിപ്പോ പൈസയ്ക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ദേവതകൾ അവനെ സഹായിച്ചു. മേഘത്തിൽ കൃഷി ചെയ്തതിൽ അവന്റെ ഭാഗ്യം തന്നെ മാറി.